ചൊവ്വാഴ്ച രാവിലെയാണ് കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന KSRTC ബസ് റോഡിന് സമീപം 10 അടിയോളം താഴ്ചയുള്ള ഭാഗത്തേക്ക് വീണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ ക്രാഷ് ബാരിയറിലിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് ബസ്സിൽ നിന്ന് തെറിച്ചു വീണ ഇടുക്കി കീരിത്തോട് സ്വദേശി അനീൻഡ ബെന്നി ബസ്സിനടിയിൽ കുടുങ്ങിയാണ് മരണപ്പെട്ടത്. കുട്ടി ബസിന്റെ മുൻസീറ്റിൽ ഇരുന്ന കുട്ടി പെട്ടെന്ന് ബസ് നിയന്ത്രണം വിട്ട് താഴേക്ക് അപകടം ഉണ്ടാകുന്ന സമയത്ത് കുട്ടി മുന്നോട്ട് കുതിച്ച് ബസിന്റെ ചില്ല് പൊട്ടി കുട്ടി ബസിന് പുറത്തേക്ക് വീഴുകയും ബസ് കയറി ഇറങ്ങുന്ന നിലയിൽ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഈ വിഷയം ഉണ്ടായ ഉടനെ തന്നെ കോതമംഗലത്ത് നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റും അതോടൊപ്പം തന്നെ ഊന്നുകൽ പോലീസ് അടക്കം പ്രദേശവാസികളുടെ കൂടി സഹായത്തോടു കൂടി വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന നിലയിലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ക്രെയിൻ ഉപയോഗിച്ച് ഏറെ പ്രയാസപ്പെട്ട പെൺകുട്ടിയെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബസ്സിൽ കുടുങ്ങിയ മറ്റു യാത്രക്കാരെയും ഉടൻ തന്നെ പുറത്തെത്തിച്ചു. 15ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. വണ്ടിയിൽ 48ഓളം പേരുണ്ടായിരുന്നു. വണ്ടിയിൽ ഫ്രണ്ടില് ടയർ ഇടതുവശത്ത് ഇടിച്ചതിന് ശേഷം വലതുവശത്തേക്ക് വണ്ടി ചെറിയ ഒരു 50 അടി താഴ്ചയ്ക്ക് ഊർന്നിറങ്ങുകയാണ് ചെയ്തത്. ഊർന്നിറങ്ങിച്ച് വണ്ടി ഇടിയുടെ ആഘാതത്തിൽ ഒരു 10, 13, 15ഓളം പേര് തെറിച്ചുപോയി. പിന്നെ ഇവിടെ എത്തിയതിനു ശേഷം ഒരു 13 പേര് നിലവിൽ SRTC ഹോസ്പിറ്റലിലും 2 പേര് ധർമ്മേരി ഹോസ്പിറ്റലിലും ഒരാളുടെ മൊത്തം 16 പേർക്ക് പരിക്കുണ്ട്. മേജർ പരിക്കുകൾ ആർക്കും അങ്ങനെ പറ്റിയിട്ടൊന്നുമില്ല. ഗുരുതരമായ പരിക്കുകളില്ല. ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞ് എന്താ പെട്ടെന്ന് ഒരു വളവായിരുന്നു. ആ വളവിനകത്ത് വണ്ടി നിയന്ത്രണം വിട്ടുപോയത്. എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം നിയന്ത്രണം വിട്ട് താഴേക്ക് പോയതാണെന്ന് പറഞ്ഞു. വളവിൽ നിയന്ത്രണം വിട്ട ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. പതിവായി അപകടമുണ്ടാകുന്ന വളവാണതെന്ന് നാട്ടുകാർ പറയുന്നു. പരിക്കേറ്റ മറ്റുള്ളവരുടെ നില ഗുരുതരമല്ല. അപകടത്തിൽ മരണപ്പെട്ട അനീൻഡ ബെന്നി 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സി മലയാളം ന്യൂസ്, കൊച്ചി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.